പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി 1.5 കോടി രൂപ ഉണ്ടായിരുന്നു. ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി 1.5 കോടി രൂപ 1 മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പുകളായിട്ട് വീതം വെച്ചിട്ട് 1 മാസത്തിന് ശേഷം, അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം എന്ന് വന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ ചാക്കും 2 ബിഗ് ഷോപ്പും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ്, അനീഷിന്റെ കാറിലാണ്. അനീഷ് കാറിലുണ്ട്, ഡ്രൈവർ ഇല്ല. അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനനും ഹരിയും കൂടി ഈ കാറിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി? എന്ത് ചെയ്തു? ആ പണം വെളിപ്പെടുത്തണം. ജില്ലയിൽ നടക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കേണ്ട ഫുള്ള് കള്ളത്തരങ്ങളാണ്, മുഴുവൻ കള്ളത്തരങ്ങളാണ്. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം അടിയന്തരമായിട്ട്. എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് ഈ പോലീസിനോട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാ, നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം ED ആയാലും എന്താണെങ്കിലും അത് ഇവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ആരെല്ലാം കൈകാര്യം ചെയ്തു, ആർക്കെല്ലാം വീതം വെച്ചു, ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി, വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിന്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 3 കെട്ട് ചാക്ക് കൊണ്ടുപോയത് എവിടേക്കാണെന്നും കൂടി അന്വേഷിക്കണം. ഇവര് വെളിപ്പെടുത്തണം ഈ 3 കെട്ട് ചാക്ക് എവിടേക്ക് കൊണ്ടുപോയി അന്നത്തെ ദിവസം. ഇതാണ് ഞാൻ പോലീസിന് കൊടുത്ത മൊഴികളിൽ. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അന്ന് ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന 1.5 കോടി രൂപയാണ് ഇതിൽ ബാക്കി ഉണ്ടായിരുന്നത്. 1.5 കോടി രൂപ. ഈ 1.5 കോടി രൂപ എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി എന്ത് ചെയ്തു? എവിടേക്ക് കൊണ്ടുപോയി? ഇതൊന്നും പാർട്ടിയുടെ ജില്ലാ കാര്യങ്ങൾക്ക്, ജില്ലാ ഓഫീസിലെ കാര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിച്ചതായിട്ട് എന്റെ അറിവിലില്ല. കാരണം ജില്ലയിലെ അവിടെ ഓഡിറ്റിംഗ് നടത്താനായിട്ടുള്ള കണക്കുകളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ അത് ചെയ്യേണ്ടത് ജില്ലാ പ്രസിഡന്റും ട്രഷററും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആ ഒരു ജോലി പോലും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത ആളാണ് ഞാൻ. അത് ജില്ലയിൽ ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ചോദിച്ചറിയാം. ഈ ഓഡിറ്റിങ്ങിന് വന്ന ഒരു വർഷം ഓഡിറ്റിങ്ങിന് വന്ന ആളുടെ ഒരു ബാഗ് അവിടെ മിസ്സായിട്ട് ആ ആളെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുത്ത ആളാണ് ഞാൻ. ഈ ഓഡിറ്റിങ്ങിന് വന്ന ആളുകളോട് ചോദിച്ചറിയാം. മനോജേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ ആളാണെന്നാണ് എനിക്ക് സംശയം. അദ്ദേഹം ആണ് അവിടെ ഓഡിറ്റിങ്ങിന് വന്ന ആളിൽ ഒരാള്. അദ്ദേഹം അവിടെ വന്നിട്ട് മറന്നു വെച്ചത് പിറ്റേ ദിവസം അദ്ദേഹം ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം വന്ന് കളക്ട് ചെയ്ത് പോയത്. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി സത്യസന്ധതയോടു കൂടി എന്നെ ഏൽപ്പിച്ച മുഴുവൻ ജോലിയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഈ പറയുന്ന ഈ കള്ളപ്പണം ഓഫീസിൽ വന്നു എന്നത് ഗൗരവകരമായ ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ടാണ് ഈ നേതൃത്വം മറുപടി പറയണത്. എല്ലാ നേതാക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പണം ആരുപയോഗിച്ചു, എന്തിനുപയോഗിച്ചു, ആരൊക്കെ ഇത് വീതം വെച്ചു, എല്ലാം വെളിപ്പെടുത്തണം. ജില്ലാ നേതൃത്വമാണ് ഇത് വെളിപ്പെടുത്തേണ്ടത്. ജില്ലാ നേതൃത്വം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോസ്റ്റർ ഒട്ടിക്കുന്നതും കൊടി കെട്ടുന്നതും പോലുള്ള പ്രവർത്തകർ തിരിച്ചറിയണം. കള്ളത്തരം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവർ ജീവിക്കുന്നതിന്റെ ഇവരുടെ ആസ്തി എന്താ? ഇവര് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോ ചുമതലയിൽ വരുന്നതിന് മുന്നേ ഇവരുടെ ആസ്തി എന്തായിരുന്നു? ഇപ്പൊ എന്താണ് ഇവരുടെ ആസ്തി? എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, വിശദമായി അന്വേഷിക്കണം. രാജ്യദ്രോഹ ചെയ്ത ആളുകള് പാർട്ടിയുടെ നേതാക്കളായിട്ട് ചമയും ചെയ്യുക. സാധാരണക്കാരായ ആളുകൾ ചെയ്യേണ്ട പണി പോസ്റ്റർ ഒട്ടിക്കലും ഈ കൊടി കെട്ടണം, ആ പണികളായിട്ട് മുന്നോട്ട് പോവുക. സാധാരണ പാർട്ടി പ്രവർത്തകർ അറിയട്ടെ, ജില്ലാ നേതാക്കന്മാരുടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ അറിയേണ്ടത് പ്രവർത്തകരുടെ കടമയാണത്. പ്രവർത്തകർ കാരണമാണ് ഈ നേതാക്കന്മാരുണ്ടാവുന്നത്. പ്രവർത്തകരില്ലെങ്കിൽ നേതാക്കന്മാരില്ല. അപ്പോ ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആകെ എത്ര ചാക്കുകളാണ്? ആകെ അന്ന് വന്നത് 6 ചാക്കുകളാണല്ലോ. 6 ചാക്കുകളാണ് വന്നത്. 9 കോടി രൂപയാണ് വന്നത്. അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് 3 ചാക്കുകൾ അന്ന് തന്നെ കൊണ്ടുപോയി. അതെവിടേക്ക് കൊണ്ടുപോയി? ആരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ആരാണ് ആളുകൾ? ഇതെല്ലാം കൊടുത്തയച്ച ആളുകൾ വെളിപ്പെടുത്തണം.
ഗുരുതരമായ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹത്തായ ഗുരുതരമായ കാര്യമാണത്. ഇത് ചെയ്ത ആളുകൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ 9 കോടി രൂപ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു, കാലഘട്ടങ്ങളിലായി ആ പൈസ കൊണ്ടുപോകുന്നു. ഇവരെ പ്രൂവ് ചെയ്യാന്ന് തെളിയിക്കാൻ കഴിയാവുന്ന എന്തെങ്കിലും ഡോക്യുമെന്റുകൾ കൈമാറിയില്ല. എനിക്ക് പോലീസിന് എന്റെ കയ്യില് എനിക്ക് പോലീസിന് കൊടുക്കാൻ പറ്റിയ എല്ലാ തെളിവുകളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അസൽ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോലീസ് ഞാൻ കൊടുത്ത മൊഴികളും ഞാൻ കൊടുത്ത രേഖകളും അനുസരിച്ച് ഇത് പോലീസ് ചോദ്യം ചെയ്ത ഇത് കള്ളത്തരം നടത്തിയ ആളുകളിലേക്ക് എന്തായാലും ഈ അന്വേഷണം എത്തും എന്നാണ് എനിക്ക് എന്റെ വിഷയം. നിങ്ങൾക്ക് എത്ര ഡോക്യുമെന്റുകൾ, ഇപ്പൊ ഇന്ന ഡോക്യുമെന്റുകൾ പറയട്ടെ, എത്ര ഡോക്യുമെന്റുകൾ കൊടുത്തിട്ടുണ്ട്? എന്റെ കയ്യിലുള്ള ഒരു 3 ഡോക്യുമെന്റുകൾ ഞാൻ പോലീസിന് അവർക്ക് അന്വേഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കൈമാറിയിട്ടുണ്ട്. ഈ ഡോക്യുമെന്റുകള് ഈ ഭൂമി ഇടപാടിന്റെ ഡോക്യുമെന്റുകളല്ല. ഞാൻ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിലാണ് ഇവര് ഇതെന്ത് ചെയ്തു എന്നുള്ള എന്റെ കയ്യിൽ കുറച്ചും കൂടി തെളിവുകൾ കിട്ടാനുണ്ട്. അതിനുശേഷം ഇവര് ഈ പണം എന്ത് ചെയ്തു എന്ന് ഞാൻ തന്നെ ഇതിനെ കണ്ടെത്തിയിട്ട് ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഞാൻ മനസ്സിലായി. ഇപ്പൊ ഞാൻ കള്ളപ്പണം രാജ്യദ്രോഹ കുറ്റമാണ്. അത് എന്തിനു ഉപയോഗിച്ചു? അത് ഉപയോഗിച്ച ആളുകൾ ഇപ്പോഴും ജില്ലയുടെ നേതാക്കന്മാരായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പറയുന്ന പകൽ പോലെ വെളിച്ചമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് മറുപടി പറയാണ്ട് ഈ കള്ളത്തരം ചെയ്തത് എന്തിനാന്ന് വെളിപ്പെടുത്താതെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഈ കള്ളപ്പണം എവിടെയാണ്, എന്താണ് കൊണ്ടുപോയത് എന്ന് ഞാൻ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയം, അതായത് നിങ്ങള് ഡിജിറ്റൽ തെളിവുകൾ, അതായത് പേപ്പറുകളും കാര്യങ്ങൾ വരുന്നു, അത് കൂടാതെ എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ കൈമാറില്ല? ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം കൈമാറുമ്പോ അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. കാരണം അത് പോലീസിന്റെ അന്വേഷണത്തിന് ഞാൻ അത് പുറത്ത് പറഞ്ഞിട്ട് ബാധിക്കരുത്. പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിയേണ്ട കാര്യങ്ങളാണ്. ആ തെളിയേണ്ട കാര്യങ്ങള് ഞാൻ അത് മുന്നേ മാധ്യമങ്ങളോട് പൊതുസമൂഹത്തിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കൊണ്ടുപോയ പണം, കള്ളപ്പണം ഉപയോഗിച്ച ആളുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തട്ടെ. കള്ളപ്പണം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അവര് പറയട്ടെ, അവര് ഉപയോഗിച്ചതല്ലേ. ഇത്രയും പണം ഉണ്ടായിട്ട് ഇവര് എന്ത് ചെയ്തു? ബൂത്തുകൾക്ക് നാമമാത്രമായ തുക കൊടുത്തിട്ടുണ്ടാവും, ബാക്കി തുക എന്ത് ചെയ്തു? ഇനി ഞാൻ ഈ പറഞ്ഞ 9 കോടി രൂപയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എന്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ഈ കൊണ്ടുവന്ന ആള് പറഞ്ഞത് എത്രയാ? 14 കോടി 30 ലക്ഷം രൂപയുടെ കണക്കാണ് പോലീസിന് കൊടുത്തായിട്ടാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. ആ പണം എവിടെ? അതെവിടെ കൊണ്ടുവച്ചു? അത് ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല ഈ കൊണ്ടുവന്ന ആള് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കൈമാറിയിരിക്കുന്ന രേഖകളിൽ ഡോക്യുമെന്റ് കൈമാറിയെന്ന് പറഞ്ഞു, അതില് ഏതൊക്കെ നേതാക്കളുടെ പേരുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? അല്ല, ഇത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞല്ലോ. ജില്ലാ പ്രസിഡന്റാണ് അവിടുത്തെ സർവാധികാരി. ജില്ലാ പ്രസിഡന്റ് എല്ലാ ആളുകളെയും പേടിപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയാണ്ട ഈ ജനറൽ സെക്രട്ടറിക്കായാലും ട്രഷറർക്കായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇവരാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫുള്ള് ജില്ലാ പ്രസിഡന്റ് ചുമതലയിൽ വേണം. അല്ല, അത് പാർട്ടി ഗൗരവമായിട്ട് ചിന്തിക്കണല്ലോ. അടിയന്തരമായിട്ട് പാർട്ടി ഇത് പിരിച്ചുവിട്ടിട്ട് വേണം അന്വേഷണം നടത്തണമെങ്കിൽ. ഈ കമ്മിറ്റി പിരിച്ചുവിടണം. ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഈ പണം എന്ത് ചെയ്തു, അതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കുപറ്റിയ ആളുകള്, അതെല്ലാം പാർട്ടി അന്വേഷിക്കണം. അല്ല അതായത് ആരൊക്കെ ഇവരെ സംരക്ഷിക്കുന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇവര് ഈ വന്ന പണം ആർക്കെല്ലാം വിതരണം ചെയ്തു എന്ന് ഇവര് പറയണ്ടേ. അപ്പോഴല്ലേ ആരുടെയൊക്കെ സംരക്ഷണമാണ് ഇവർക്ക് ഉള്ളതെന്ന് അറിയാം. ഈ പണം കൊണ്ടുപോകുന്നത്, ഇത്രയും പണം ഇവരെന്തായാലും ഒറ്റയ്ക്കല്ലല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. ഇത്രയും പണം കൈകാര്യം ചെയ്യാൻ ഇതിൽ ആരൊക്കെ ഉണ്ട്? ഇനി ഇതിലേതെങ്കിലും മാഫിയകളുണ്ടോ? ഏതൊക്കെ ലോബികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്? ഇതെല്ലാം ഇവര് വെളിപ്പെടുത്തട്ടെ. പണം വന്നിട്ടുണ്ട് എന്നുള്ളത് പണം കൊണ്ടുവന്ന ആള് പറഞ്ഞു. പണം കണ്ട ആള് ഞാനും ഇത് പറയാണ്, പണം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഈ പണം ഇവരെന്ത് ചെയ്തു? ഇത് ബാക്കി ഉണ്ടായിരുന്ന പണം പോലും എന്ത് ചെയ്തു? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഇത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് ഇവര് വീണ്ടും ഈ ചുമതലയിൽ ഇരുന്നിട്ട് ഇത് ഇവര് പാർട്ടി അന്വേഷിക്കാൻ പറ്റില്ല. പാർട്ടി അന്വേഷിക്കേണ്ടത് ഇവരെന്നെ ആ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം ഇതിനെ കുറിച്ച് അന്വേഷണം നടത്താനായിട്ട്. ഞാനിത് പറയും, ഇവര് ഈ ചെയ്ത കാര്യങ്ങള് ആളുകൾക്കാണ് ഇനി അടുത്ത ചുമതലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇതൊക്കെ ടീമായിട്ട് നിൽക്കുന്നത്. ഓരോ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊക്കെ. കാരണം അവർക്ക് അടുത്ത ചുമതല വേണം. അടുത്ത ചുമതലക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കുന്നത്. അതിലൊന്നും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം കണ്ട കാര്യം, ഞാൻ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയുന്നു. കൊണ്ടുവന്ന ആളും ഇത്ര തന്നു എന്ന് പറയുന്നു. പിന്നെ അതെവിടെ എങ്ങടൊക്കെ കൊടുത്തു? ഇനിയിപ്പോ ഇവര് ബൂത്തുകളിൽ ഇത്രയധികം തുക കൊടുത്തോ? അവര് പറയട്ടെ.
എന്ത് പറയുന്നില്ല. ചോദിക്കണ ചോദ്യത്തിനോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കല്ലല്ലോ മറുപടി പറയുന്നത്. വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. അതിന് ഈ മറുപടി പറയാനായിട്ട് ഇവര് നിൽക്കാത്തത് ഇവര് എന്നെ വ്യക്തിയാധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക. പറയുന്ന കാര്യത്തിന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിയധിക്ഷേപം നടത്താനാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പറയാൻ തുടങ്ങിയ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ അതിനൊന്നും ഞാൻ മെനക്കെടുന്ന ആളല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കള്ളപ്പണത്തിന്റെ കാര്യമാണ്. ആ കള്ളപ്പണം എന്ത് ചെയ്തു? ഇത് വെളിപ്പെടണം. പൊതുസമൂഹത്തിന് ഇത് ബോധ്യപ്പെടണം. ഈ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹം ചെയ്ത ആളുകൾ ആരായാലും ശിക്ഷിക്കപ്പെടണം. അതാണ് എന്റെ നിലപാട്. അന്വേഷണ സംഘത്തിൽ അങ്ങനെ പൂർണ്ണ വിശ്വാസമുണ്ടോ? എന്റെ മൊഴി എടുത്ത സമയത്തല്ല എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയപ്പോ അന്വേഷണം നല്ല രീതിയിൽ പോകും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയുന്നത്. അല്ല, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് എന്നെ വീണ്ടും വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് പോലീസിന് ഇനി എന്താണ് കൂടുതൽ എന്നോട് ചോദിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയുന്നത്. ഇനി എന്തെങ്കിലും പോലീസിന് കൊടുക്കാനുള്ള ഡോക്യുമെന്റ് കയ്യിലുണ്ടോ? ഇല്ല, ഇനി ഇപ്പൊ കള്ളപ്പണം വന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോലീസ് അത് ഏത് രീതിയിലാണ് ഈ പണം ഉപയോഗിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുമ്പോഴാണ് ഇനി അടുത്ത എനിക്ക് കിട്ടുന്ന തെളിവുകൾ എനിക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിനെ നമ്മള് വഴി തിരിച്ചു വിടുന്ന പോലെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. BJPക്ക് അകത്തുള്ള ഓഡിറ്റിംഗ്, അതായത് ഇത് ചെയ്യേണ്ടത് ശരിക്കും ജില്ലാ പ്രസിഡന്റും ട്രഷററും കൂടിയിട്ടാ. അതുപോലെ അവർക്ക് ചെയ്യാനായിട്ട് അറിയില്ല അവിടെ. അതായത് എനിക്കെതിരെ ആരോപണം അധിക്ഷേപം ഉന്നയിക്കുമ്പോ പോലും ഇവര് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് തന്നെയാ. പിന്നെ അത് മാത്രല്ല, ഞാൻ അവിടെ ഓഫീസിന്റെ താക്കോല് പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം വരെ എന്റെ കയ്യിലുണ്ടായിരുന്നതാ. ഞാൻ ഇറങ്ങുമ്പോഴാണ് ഞാൻ അവിടെ ചാവി ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുന്നത്. എന്റെ ഇവര് അധിക്ഷേപിക്കുന്ന ആളുടെ താക്കോല് തന്നേൽപ്പിക്കും, ഓഫീസിന്റെ താക്കോല് തന്നേൽപ്പിക്കും ഇല്ലല്ലോ. അപ്പൊ ഇതിനെല്ലാം മറുപടി പറയേണ്ട അവരാ. മറുപടി പറയണം. ജില്ലാ നേതൃത്വം എന്തായാലും മറുപടി പറയണം. അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ ഈ ജില്ലാ ഘടകത്തിന് പിരിച്ചുവിടണം. എന്നാലാണ് എന്നിട്ട് ഒരു മുതിർന്ന ആട് ജില്ലയുടെ മേൽനോട്ടം വഹിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങൾക്ക് കിടക്കാനായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. കേരള പോലീസ് കേസ് അന്വേഷിച്ച് അവിടെ എത്തും നമുക്കറിയാം. കേന്ദ്ര ഏജൻസികളെല്ലാം പരാതിയായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരള പോലീസ് ഞാൻ ആദ്യം മൊഴി കൊടുത്തതിന്റെ രീതിയിൽ എന്നെ വീണ്ടും വിളിച്ചിട്ട് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷിക്കേണ്ട ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതെല്ലാം അന്വേഷണ സംഘങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോ അതെല്ലാം അന്വേഷണ സംഘം ഏത് രീതിയിലൊക്കെയാണ് അന്വേഷിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാലോ, കള്ളപ്പണമാണ്. കള്ളപ്പണം അന്വേഷിക്കേണ്ട വകുപ്പ് ഏതാണെന്ന് എനിക്കറിയാലോ. അപ്പൊ അവരന്വേഷിക്കട്ടെ. അതായത് കേരള പോലീസ് ആദ്യം തന്നെ മൊഴി എടുത്തിട്ട് ഇടിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കള്ളപ്പണമാണ് അന്വേഷിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ഇനിയിപ്പോ അടുത്ത മൊഴിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തില് പോലീസ് അന്വേഷണം നടത്തുമ്പോ അത് ഒന്നുകൂടി നല്ല രീതിയിൽ ഇടിക്ക് അന്വേഷിക്കാനുള്ള ഒരു എളുപ്പമുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്.